ആ സാറേ, ഞാനിവിടെ പുറത്ത് നിൽപ്പുണ്ട്, അകത്തേക്ക് വന്നോ? വേണ്ട പ്രസാദേട്ടാ, ഞാൻ അങ്ങോട്ട് വരാം. ആ ശരി ശരി. ആ ഗുഡ് മോർണിംഗ് സാർ. അതെ, ഞാനിവിടെ എത്തി. നേരത്തെ എത്തിയോ? എങ്കിൽ ഞാൻ വിളിക്കാം. കാറ് വന്നോ? വന്നു. പുറപ്പെട്ടോ? ഞാൻ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പോയി റെസ്റ്റ് എടുക്ക്. ആ, ഇന്ന് നേരത്തെ എഴുന്നേറ്റോ? ഇന്ന് വരികയല്ലേ, അങ്ങനെ ഉറങ്ങാൻ പറ്റുമോ? ഞാൻ എന്നാ ചെന്നിട്ട് വിളിക്കാം. ഓക്കെ ഓക്കെ, ബൈ. ആ, പ്രസാദേട്ടൻ വന്നിട്ട് ഒത്തിരി നേരമായി. ഇല്ല സാറേ, ഒരു 10 മിനിറ്റ്. യാത്രയിൽ സുഖമായിരുന്നു. ഇങ്ങോട്ടുള്ള യാത്രയല്ലേ സുഖം, സുഖപ്രദം. ആഹാ, എൻ്റെ ഇഷ്ടങ്ങളൊക്കെ പ്രസാദേട്ടന് മനസ്സിലായി തുടങ്ങിയല്ലേ? കുറേ കൊല്ലായില്ലേ സാറേ സാറിനെ കാണാൻ തുടങ്ങി. സാറിന് വേണ്ടിയാണെങ്കിലും ഇത് കേട്ട് കേട്ട് ഞാനിപ്പോ ജഗത് സിംഗിന്റെ ഫാനായി തീർന്നു. ആ സാറെത്തിയാ? ആ, വരുന്ന വഴി അയക്കുമല്ലേ? ഡേവിസേട്ടാ 2 ചായ. എനിക്ക് കട്ടൻ മതി. അതെനിക്കറിയാം. 2 ദോശ, ഒരു ചായ. പറ്റിലെഴുതിക്കോട്ടോ. അല്ല പിന്നെ ഈ നാടിനും കടയ്ക്കൊന്നും ഒരു മാറ്റമില്ല അല്ലേ? മാറ്റം വന്ന ഇതിന്റെ ഒരു സുഖം പോയില്ലേ? വൈബേ, വൈബ് വൈബ്. ഇതാ സാറേ കട്ടൻ. ലേറ്റാ. ഇവിടെ വരുമ്പോ ചേട്ടന്റെ ഒരു കട്ടൻ ചായ, അത് വല്ലാത്തൊരു സുഖ. വൈബേ. ആ സാറ് കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവൂലേ? അല്ല, സാർ എന്തിനിവിടെ നിർത്താൻ പറഞ്ഞേ? നമുക്ക് വീട്ടിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നാൽ പോരാ? ഇനി ഇങ്ങോട്ടേക്കൊരു വരവ് ഉണ്ടാകണമെന്നില്ല. എന്നാ പോവാം. പ്രസാദേട്ടൻ സ്ഥിരമായിട്ട് ഇവിടെയൊക്കെ വരാറുണ്ടല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, എല്ലാം ക്ലീൻ ആയിട്ട് കിടക്കുന്നു. ആൾ താമസം ഇല്ലെങ്കിലും വീടും പരിസരവും എല്ലാം വളരെ വൃത്തിയായി കിടക്കണമെന്ന് മാത്യു ചായന് വളരെ നിർബന്ധമാണ്. ഇന്നലെ വിളിച്ചിരുന്നു. എന്നിട്ട് എന്തു പറഞ്ഞു? വിശ്വ സാറിന് ഒരു കുറവും വരുത്തരുന്നു. സാറൊന്ന് കുളിച്ച് ഫ്രഷ് ആവും. അപ്പോഴേക്ക് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് മേടിച്ചിട്ട് വരാം. ഇതാ താക്കോല്. വേണ്ട പ്രസാദേട്ടാ, നമുക്ക് ഒരുമിച്ച് പുറത്തുപോയി കഴിക്കാം. ആയിക്കോട്ടെ. ഇന്ന് നേരത്തെ എത്തിയതല്ലേ, വൈകിട്ട് വരെ സമയം കളയണം. 1-2 സാധനങ്ങളും വാങ്ങാനുണ്ട്. വാ. ശരി സാർ. ഈ ഗസല് കേൾക്കുമ്പോ വല്ലാത്തൊരു ഫീലാണ് അല്ലേ സാറേ? സാർ എങ്ങനെ ഇതിന്റെ ആരാധനായ?
കൈകളിൽ കരുതിയ കല്യാണഹാരൻ വാടിക്കൊഴിഞ്ഞു വീണിട്ടും കരളിലെ അനുരാഗസൂനങ്ങളവിരാമ പരിമളം വീശുകയല്ലോ. ഒന്നല്ലൊരായിരം ജന്മാന്തരങ്ങളിൽ പ്രണയിച്ചു തീരുമോ നമ്മൾ? കൈകളിൽ കരുതിയ കല്യാണഹാരൻ വാടിക്കൊഴിഞ്ഞു വീണിട്ടും ആയിരം ദിനരാത്രമൊരുമിച്ച ദാമ്പത്യം അറിയുന്ന മനസ്സിൻ്റെ ആഴം നിമിഷങ്ങളിൽ നമ്മളറിയുന്നു. വിധി തീർത്ത ദൂരങ്ങൾ തല ഈശോ സാറേ. താഴ്ത്തിടുന്നു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്തുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും വിവാഹം കഴിക്കായിരുന്നു? ഒരു നിശാഗന്ധിയായി നീ എൻ്റെ ജീവിത വാടിയിൽ വിരിയുമീരാവിൽ അനുരാഗമാസ്മരഗന്ധമെന്നകത്താരിൻ ഉള്ളിൽ നിറയ്ക്കുമോ വീണ്ടും നീ? ഹലോ. ഹലോ വിശ്വ, ആ എന്തൊക്കെയുണ്ട്? തിരക്കാണോ? പറയടാ. തിരക്കാണോ? ഞാൻ ഇപ്പോഴാ വാർത്ത കണ്ടത്. എന്തായാലും അവാർഡ് നിനക്കാണ്. അഭിനന്ദനങ്ങൾ. ഞാൻ കുറച്ച് തിരക്കില്ല, പിന്നെ വിളിക്കാം. ശരി ശരി, ഓക്കെ ഓക്കെടാ, ഓക്കെ. ഓക്കെ. എന്താ താമസിച്ചേ? വാ. എന്തിനാ മദ്യപിച്ചത്? ഒരു വർഷം കൂടി കഴിഞ്ഞില്ലേ, മദ്യപിക്കേണ്ടെന്ന് കരുതിയതാ. പക്ഷേ ഒരു ഭയം. പ്രായമായി വരികയല്ലേ. എനിക്കും. ഞാൻ ആകെ നനഞ്ഞിരിക്കുക. ഈ ഡ്രസ് ഒന്ന് മാറട്ടെ. പതിവ് പോലെ മുകളിൽ തന്നെ. ഉം. എന്താ ഇങ്ങനെ നോക്കണേ? അതെ, കഴിഞ്ഞ തവണ വിഷു വാങ്ങി തന്ന സാരിയാ. കൊള്ളാവോ? കൊള്ളാം. മുമ്പ് കണ്ടതിനേക്കാൾ വല്ലാതെ നരച്ചിട്ടുണ്ട്. പുതിയ നോവലിന് അവാർഡ് കിട്ടിയല്ലേ? കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു.
നമ്മുടെ ഫുഡൊക്കെ അതൊക്കെ പ്രസാദിട്ട് വാങ്ങി വെച്ചിട്ടുണ്ട്. ഓക്കെ, കഴിക്കണ്ടേ? വിശപ്പില്ല, മീര കഴി. എനിക്കും വിശപ്പില്ല. പകലെവിടെയൊക്കെ കറങ്ങി. പോകാറുണ്ടായിരുന്ന സ്ഥലങ്ങളിലെല്ലാം പോയി. ഇത്തവണയും പതിവ് പോലെ ബോഗൺവില്ലയുടെ മുൻപിലുണ്ടായിരുന്ന സൂഫിയും കണ്ടു. സൂഫിയോ? വിശ്വം പറയുന്നത് ശരിയാണോന്നറിയാൻ ഞാനും ഒരിക്കൽ പോയി അവിടെ. പക്ഷെ അവിടെ സുന്ദരിയായ ഒരു സ്ത്രീയാണ് ഞാൻ കണ്ടത്. മീര സ്വപ്നം കണ്ടതായിരിക്കും. ബോഗൺവില്ലയിൽ പോയി ഉസ്താദിന് പകരം ഹൂറിയായിരിക്കും കണ്ടത്. അങ്ങനെയെങ്കിൽ ഇവിടെ അങ്ങനെ ഒരു സ്ഥലമില്ല. നമ്മൾ രണ്ടുപേരും മത്സരിച്ച് സ്വപ്നം കണ്ടതായിരിക്കും. മുടിയെല്ലാം നരച്ചു തുടങ്ങിയിരിക്കുന്നു. ഞാൻ സാധാരണ കട്ടൻ ചായയാണ് കുടിക്കാറ്. മീര കോഫി ആയതുകൊണ്ട് ഞാനും കോഫിയാക്കി. മീര, ഇനി എന്നാ നമ്മൾ? വിധിയുടെ പ്രഹരങ്ങൾ എത്ര തന്നെ തളർത്തിയാലും, ഒന്നല്ല 1000 ജന്മങ്ങൾ കഴിഞ്ഞു പോയാലും പ്രണയം എന്ന വികാരത്തിന് മുന്നിൽ വിധിതീർത്ത ദൂരങ്ങൾ തല താഴ്ത്തി തന്നെ നിൽക്കും.